കൃത്യമായി നമുക്കൊരു ലക്ഷ്യം ഉണ്ട്. ആ പ്രത്യയശാസ്ത്രം, ആ മനുഷ്യ സ്നേഹം, മാനവികത, ആ പ്രത്യയശാസ്ത്രം, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് നമ്മുടെ ഈ സംഘടന. അർത്ഥത്തിൽ കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ചില കാര്യങ്ങളുണ്ട്. അതായത് മറ്റു ദിവസങ്ങളിലേക്ക് ഞാൻ സമ്മേളനത്തിന് അധികം സമയം വരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം, ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടൊന്നുമില്ല. വലിയ പ്രതീക്ഷ ബാധിച്ചുകൊണ്ട് വളരെ സമ്പന്നവും സമ്പുഷ്ടവുമായിട്ടുള്ള ഉള്ളടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു രേഖയാണ് നിങ്ങളുടെ ഈ സംഘടന. എല്ലാവർക്കും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ ആദ്യ ഭാഗം മനസ്സിലായില്ല. 10 പേരുണ്ടോ സാർവദേശീയ വിഷയങ്ങളെല്ലാം. പക്ഷെ എന്നിരുന്നാൽ നമുക്ക് അത് ഈ സംഘടനയുടെ പ്രത്യേകതയാണ്. സ്വന്തം ചുറ്റുപാടുകൾക്കും അപ്പുറം നമ്മൾ കേവലം ആശുപത്രികൾ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ മാത്രം ഏറ്റെടുത്ത് മുദ്രാവാക്യം വിളിച്ച് സമരം നടത്തി അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിഹരിക്കുക എന്നുള്ളതല്ല. അതിനുമപ്പുറം നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും നമ്മളെല്ലാവരും സാമൂഹ്യ ജീവിയാണ്, ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസ്ഥിതി, ചുറ്റുപാട്, കുടുംബ സാഹചര്യം, സമൂഹ സാഹചര്യം, ആ സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ച് പൊതു എന്ന വാക്ക് തന്നെ കരുതിയാണ്. പൊതുജനാരോഗ്യ മേഖല സംരക്ഷിക്കാൻ യാതൊരു ഉത്തരവാദിത്വം എടുക്കുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമില്ല. അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പണമുള്ളവരെ വാങ്ങണം. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനും എന്തും പണം കൊടുത്ത് വാങ്ങാനുള്ള തലത്തിലേക്ക് ഒരു ഇന്ത്യയെ പരിവപ്പെടുത്തിയിരിക്കുകയാണ്. പൊതുജനാരോഗ്യ മേഖല സ്വകാര്യ വളരെ കൃത്യമായി സ്വകാര്യ മുതലാളിമാർക്കും അല്ലെങ്കിൽ സമ്പന്ന വിഭാഗത്തിനും കോർപ്പറേറ്റുകൾക്കും വിഹരിക്കാനുള്ള ഒരു വികാര കേന്ദ്രമായി ഈ പൊതുജനാരോഗ്യ മേഖലയെ തന്നെ മാറ്റിക്കൊടുക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് വരുന്ന ആരോഗ്യ മേഖലയിലെ ചില സമീപനം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട രീതിയിലേക്കാണ്. അതുപോലെ പൊതുവിദ്യാഭ്യാസം ഒരു അർത്ഥത്തിൽ എല്ലാ വിദേശ യൂണിവേഴ്സിറ്റികളും, വിദേശ സർവകലാശാലകളെയോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളെ പാടെ എതിർക്കുക എന്നുള്ളതല്ല. പക്ഷെ അത് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, ഇന്ത്യയിലെ കുട്ടികളുടെ പഠനാവകാശം നിഷേധിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം പൂർത്തിയാക്കി കേരളത്തിൽ വർത്തമാനകാല കേരളത്തിലെ അക്കാഡമിക് അന്തരീക്ഷത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും കരഗതമാക്കാനുള്ള പുതിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വടക്കേ ഇന്ത്യ പ്രത്യേകിച്ചും പോയി പഠിക്കാനുള്ള സ്കൂളുകളേ ഇല്ല. സ്കൂളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ പഠനം നിഷേധിക്കപ്പെടുകയാണ്. ഭരണഘടനയിൽ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. 1970 ഭരണഘടനയിൽ 964 ആകുമ്പോഴേക്ക് തന്നെ ഇന്ത്യയിലെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം. പക്ഷെ 64 പോയിട്ട് 2024 ആയിട്ടും കൂടുതൽ നിരക്ഷരതയിലേക്ക് ഇന്ത്യയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അപവാദമായിട്ട് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ്. അപ്പൊ ആ പൊതുജനാരോഗ്യ മേഖലയും ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പം അതിന്റെ സ്വാഭാവികമായും മെഡിക്കൽ വിദ്യാഭ്യാസവും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതാണ്. കൃത്യമായി കച്ചവട കണ്ണാണ്. അപ്പൊ ആ സ്വകാര്യവൽക്കരണത്തിലേക്കാണ്. പിന്നെ BJP ഗവൺമെന്റ് വന്നതോടുകൂടി തന്നെ കുറച്ചുകൂടി ഇടപെട്ടു. ക്യാമ്പസുകളിലേക്കാണെങ്കിൽ കേവലം ഒരു കച്ചവടവൽക്കരണം മാത്രമല്ല, വർഗീയവൽക്കരണത്തിലേക്ക് പോയതാണ്. സിലബസിനകത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ, അവരുടെ മനസ്സിൽ അത്യന്തം അപകടകരമായ വർഗീയതയുടെ വിഷവിത്ത് ഭാഗ്യം മുളപ്പിച്ച് വിഷച്ചെടിയാക്കി മാറ്റി, അതൊരു വിഷവൃക്ഷമാക്കി മാറ്റി, ഇതര അടുത്തിരിക്കുന്ന കുട്ടിയെ പോലും ഇതര മതത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് അപകടകരമായ വിദ്വേഷത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന രൂപപ്പെടുത്തിയെടുക്കുന്നതിലേക്കാണ് കാര്യം. സിലബസ് തന്നെ അത്യന്തം അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് രണ്ട് തരത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന്, നമ്മുടെ സമ്മേളനം നടക്കുന്ന ഒരു ലോക സാഹചര്യം അല്ലെങ്കിൽ വർത്തമാനകാല സാഹചര്യം എന്ന് പറയുന്നത് ശാസ്ത്രമേറെ പുരോഗമിച്ചത് തന്നെയാണ്. അപ്പൊ ശാസ്ത്രത്തിന്റെ പുരോഗതി ഏറ്റവും നന്നായി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ആരോഗ്യ മേഖല. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ അല്ലെ, അപ്പൊ നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടിപ്പോ യന്ത്ര മനുഷ്യൻ ഓപ്പറേഷൻ അല്ലെ തുടങ്ങി സർക്കാർ ആശുപത്രികളിൽ തന്നെ തുടങ്ങി. പല ആശുപത്രികളുടെ അത്രമാത്രം അതെ അത്രമാത്രം വളർന്നു നമ്മൾ. ഇത് ഇൻഫർമേഷൻ ടെക്നോളജി അതിന്റെ ഉയർന്ന തലത്തിലാണ്. ഇപ്പൊ ലോകത്തെ ശാസ്ത്രലോകം ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് അറിയോ? ഭൂമി നിലനിൽക്കില്ല പഠിക്കണ്ട. ഭൂമിക്ക് നിലനിൽപ്പില്ലാതിരിയാണ്. ഭൂമിയെ സൂര്യൻ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഒരു ഘട്ടം ഭൂമിയെ സൂര്യൻ കൊണ്ടായാൽ അങ്ങനെയുള്ള ഒരു കാലത്ത്
മനുഷ്യൻ എവിടെ ജീവിക്കുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്പേസ് തേടിയുള്ള അന്വേഷണാത്മകമായിട്ടുള്ള യാത്രയിലാണ് ഇന്ന് ശാസ്ത്രം. അത്രമാത്രം ശാസ്ത്ര പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ശാസ്ത്രലോകം കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആ നവീന ശാസ്ത്രീയ യുഗത്തിലെ ടെക്നോളജി വർത്തമാനകാല സമൂഹത്തിലെ ക്യാമ്പസുകളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത്, കുട്ടികൾക്ക് കൊടുത്ത്, വിദ്യാർത്ഥികൾക്ക് കൊടുത്ത് അവരെ ടെക്നോക്രാറ്റുകളായിട്ടും നവീന ശാസ്ത്രീയ യുഗത്തിൽ ഏറ്റവും വൈജ്ഞാനിക സമ്പത്തിന്റെ വ്യവസ്ഥയുള്ള കുട്ടികളാക്കി പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് പകരം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും വഴികളിലൂടെ അപകടകരമായിട്ടുള്ള സിലബസ് പരിഷ്കരണമാണ്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ട്. ആ പ്രത്യയശാസ്ത്രം, ആ മനുഷ്യ സ്നേഹം, മാനവികത, ആ പ്രത്യയശാസ്ത്രം, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് നമ്മുടെ ഈ സംഘടന. അപ്പൊ അർത്ഥത്തിൽ കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ചില കാര്യങ്ങളുണ്ട്. സമ്മേളനത്തിന് അധികം സമയം വരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം, ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടൊന്നുമില്ല. വലിയ പ്രതീക്ഷ നിങ്ങൾ പഠിക്കണം, അങ്ങനെ എല്ലാത്തിനും കയറി ഇടപെടുക ഒരു ഭരണ സംവിധാനം തന്നെ. അപ്പൊ അവിടെയാണ് നമുക്ക് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം എന്നുള്ളത് കൊടിപിടിച്ച് അല്ലെങ്കിൽ ആ ഒരു അതിർവരമ്പിൽ മാത്രമല്ല നമ്മുടെ കാണുന്നത്. രാഷ്ട്രീയം എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ സംഘടിതമായ ലക്ഷ്യബോധതയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ സമൂഹത്തിന്റെ സംഘടിതമായ ലക്ഷ്യബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതിയെടുക്കുന്നതിനെല്ലാമുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ. അവിടെ മതനിരപേക്ഷതയുടെ ജനാധിപത്യ സംരക്ഷണത്തിന്റെ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരം എന്ന പേര് കേട്ടാൽ കുനിയണം ചില സമമാന ഭാരത്താൽ എന്ന് പറയേണ്ടി വരുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഇടപെടൽ. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖല 7 ലക്ഷം കോടി രൂപയാണ് രാജ്യത്ത് സമ്പന്ന വിഭാഗത്തിന് അളവ്. പാവപ്പെട്ടവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പടുദാരിദ്ര്യത്തിലേക്ക് നിത്യദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. തൊഴിലില്ലായ്മ അതിദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായുള്ള തൊഴിൽ രഹിത യുവജന സമൂഹത്തിന് തൊഴിൽ കൊടുക്കുന്നതിന് മാത്രമല്ല, UPSC വഴി നിയമനം നടത്തുന്നത് ഒരു കൊല്ലക്കാലം കേവലം 8,000-നും 9,000-നും ഉദ്യോഗാർത്ഥികളാണ്. പക്ഷെ ഈ കൊച്ചു കേരളം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വർഷം PSC ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലിലൂടെ 30,000 ആളുകൾക്ക് ശരാശരി നിയമനം കൊടുക്കും. ഇന്ത്യയിൽ 100 ആളുകൾക്ക് നിയമനം കൊടുത്താൽ പുതിയ കണക്കനുസരിച്ച് അതിൽ 62 ആളുകൾ കേരളത്തിൽ കൊടുക്കുന്ന നിയമനം. UP-യിലെ ജനസംഖ്യയും മറ്റു ജനസംഖ്യയും കൂടെ താരതമ്യം ചെയ്യുക, അവിടെയാണ് മഹത്വം. അപ്പൊ അങ്ങനെയുള്ള ഇടപെടൽ, അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തില്ല. സാമ്പത്തിക ഇടപെടലുകൾ സമ്പന്ന വിഭാഗത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃഷിയല്ല. ഇവിടെ പറഞ്ഞ കർഷകർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഉജ്ജ്വലമായിട്ട് കർഷക സമര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച നാളുകളിലൂടെയാണ് നമ്മൾ കടന്നത്. ഒരു കൊല്ലത്തിലധികമാണ് ഇന്ത്യൻ കർഷകൻ, നട്ടലൊടിഞ്ഞ ഇന്ത്യൻ കർഷകൻ സമരപുറത്തേക്ക് ആർത്തിരമ്പി കയറി വന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണവർഗത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ, ക്യാമ്പസുകൾ സജീവമാണ്. അതുപോലെ ചെറുപ്പക്കാർ, ഓരോ മേഖലയും. അത് വലിയ വലിയ രാജ്യങ്ങളിലുണ്ട്. വലിയ മുതലാളിത്ത രാജ്യങ്ങളെല്ലാം തന്നെ വലിയ പോരാട്ട അസംതൃപ്തരാണ്. ഇവിടെ മറ്റു പ്രസംഗിക്കുന്നവർ പറയും ഓരോ അസംതൃപ്തരാണ്, അവരെല്ലാം നടത്തുന്ന പോരാട്ടങ്ങൾ. അപ്പൊ അങ്ങനെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ, വിമോചന പോരാട്ടങ്ങളുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളുണ്ട്, ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ട്. ഒപ്പം നമ്മൾ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പോരാട്ടങ്ങളുണ്ട്. അപ്പൊ ഇത്തരം പോരാട്ടങ്ങളോടും പ്രക്ഷോഭങ്ങളോടെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള കരുത്തുകൂടി സംഘടനയോടുള്ള സംഘടനയാണ് നമ്മുടെ. അപ്പൊ ഇത്തരം നവോത്ഥാന പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം, അമ്പതിലെ ആദ്യത്തെ ഗവൺമെന്റ് കേരളത്തിൽ രൂപം കൊള്ളുന്നു, UPSന്റെ ഗവൺമെന്റ്. അപ്പൊ ആ അന്നുള്ള ഭൂവ്യവസ്ഥ ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള 6 ദിവസം കൊണ്ട് ബില്ല് പാസാക്കിയ സർക്കാർ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ മാഗ്ന കാർട്ടയായിട്ട് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്, സാർവത്രികമാക്കുന്നതിന്, അതുപോലെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചു ഗവൺമെന്റ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് ഈ കേരള ഒരു ഭൂവ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ വളരെ അപകടകരമായിരുന്നു. അതിന് മുമ്പാകും ജന്മിത്വമായിരുന്നു. നമുക്ക് പറയാം, നമുക്കിതൊന്നും അറിയണ്ടല്ലോ.
നമ്മളിപ്പോ ഇങ്ങനെ സൗഭാഗ്യത്തിന്റെ മണിത്തട്ടിൽ പറഞ്ഞവരെ പോലെ അപ്പോഴാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് പാർട്ടി, എന്ത് സംഘടന, എന്തൊരു യൂണിയൻ, എന്തൊരു സംഘടന. പക്ഷെ അമ്മമാരോട്ട് നമുക്ക് പറഞ്ഞു തരാൻ തയ്യാറാവില്ല. ഇവരൊക്കെ ഇത് ആയിരുന്നില്ലല്ലോ. ജന്മിത്വം കൊടികുത്തി വാഴുന്നൊരു കാലയളവ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. വാശി, തുരി, കങ്കാണി, ശീലക്കാശ് വെച്ച് കാണാൻ കേട്ടിട്ടുണ്ട്. അക്രമ പിരിവാ ജന്മിമാരെ നമ്മൾ നാട്ടിൽ തിരിച്ച വിവിധ പിരിവുകളാണ്. ആ അക്രമ പിരിവുകൾക്കെതിരായിട്ടാണ് അന്നത്തെ നമ്മുടെ നാട്ടിലെ വലിയ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ, കൃഷിക്കാര്, തൊഴിലാളികൾ സമരം നടത്തി. അപ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം അവന്റെ കൈപിടിച്ചുയർത്തി ചവിട്ടി താക്കും ജന്മിമാർ, അവന്റെ കിങ്കരന്മാർ. ആ കൈപിടിച്ചുയർത്തി അഭിമാനബോധമുള്ള മനുഷ്യനാക്കി മാറ്റി അവനോട് പറഞ്ഞു, നീ എടുക്കുന്ന പണിക്ക് കൂലി കൂടുതൽ. സമരം ചെയ്തില്ലേ? ഈ സമരബോധം എങ്ങനെ ജനങ്ങളിൽ ഉണ്ടാക്കിയതോ അങ്ങനെ മണ്ണ് ചേറിൽ പണിയെടുക്കുന്നവൻ ചവിട്ടി താഴ്ത്തപ്പെട്ടപ്പോ അവന്റെ കൈപിടിച്ചുയർത്തി പുരോഗമന പ്രസ്ഥാനം. എന്നിട്ട് അവനോട് പറഞ്ഞു, അവന്റെ കൈകൾ ആകാശത്തേക്ക് അവന്റെ മുട്ടി ചുരുട്ടി കൈകൾ മുട്ടി ചുരുട്ടി കുളിച്ചു അവൻ ഇങ്കുലാവസ്ഥ എടുത്ത പണിക്ക് മര്യാദ കൂലി എന്ന് പറഞ്ഞതിന്റെ അവകാശ ബോധത്തിലേക്ക് അവനെ കടന്നു സമരം ചെയ്തു. ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിനിമം കൂലിയുടെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട മുൻനിരയിലേക്ക് എത്തിയ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം. ആരുടെ ഔദാര്യമല്ല. ഇതുപോലെ അവകാശ സമ്പാദന സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള ഉജ്ജ്വലമായ നേട്ടമാണത്. അങ്ങനെ നടത്തിയുള്ള പോരാട്ടങ്ങളുണ്ട് കേരളത്തിലെ. ജന്മിത്വ വിരുദ്ധ പോരാട്ടം, കർഷക പ്രസ്ഥാനം, കർഷക തൊഴിലാളികൾ, ഇവരൊക്കെ നടത്തിയ പോരാട്ടം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വഴികൾ. നവോത്ഥാന പ്രസ്ഥാനം നാടിന്റെ ജാതീയതയും മതാന്തതയൊക്കെ വന്ന് സാമൂഹ്യ വിശദകളുടെ ഒരു തലത്തിലായിരുന്നു. സാമൂഹ്യ വിശദത പരിഹരിക്കാനുള്ള പോരാട്ടമാണ് നവോത്ഥാന പ്രസ്ഥാനം നടത്തിയത്. അവിടുന്ന് സാമ്പത്തിക ആവശ്യതകൾ പരിഹരിക്കാൻ ആയുർവേദ സ്ത്രീകൾക്കാണ്. ഞാൻ സാധാരണ പറഞ്ഞേക്കാം, വീട്ടിൽ പറയും തന്നെ കൽപ്പിക്കും. നമ്മുടെ നാട്ടുഭാഷയായിട്ട് ആ കൽപ്പിക്കും. ഞാൻ പോയില്ലേ അത് മാറി. ഇനിയിപ്പോ നേരെ തിരിച്ചിട്ടാണ്. അപ്പൊ ആയുർവേദം അങ്ങനെ കേരളത്തില്. അപ്പൊ ഇപ്പൊ ഈ പഴയ ആയുർവേദത്തെ കുറിച്ചാണ് ഈ കാര്യങ്ങളിലുള്ള ഒരു കിടപ്പ്. കേരളത്തിൽ ഇപ്പോഴുള്ള പ്രശ്നമാണ് ഒന്ന്. മുമ്പത്തെ ശരാശരി ഉള്ളതാണ് ഒരു 60-70 നിൽക്കും. അപ്പൊ അതിന്റെ ഒരു ക്രമീകരണം പല സിസ്റ്റവും. അപ്പൊ ഇപ്പൊ നമ്മളൊരു 90-95 100 അപ്പൊ അടുത്ത പോരാട്ടം യുദ്ധം വയസ്സിനോടൊന്നില്ല. ആ അത്രേ കാര്യം. അത് ആയുർദൈർഘ്യം നല്ല രീതിയിൽ, ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ്. അപ്പൊ അതിന്റെ എല്ലാം ഒരു ഇടപെടൽ സർക്കാർ സംവിധാനത്തിലൂടെയാണ്. ഇവിടെ പറഞ്ഞതുപോലെ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് റോബോട്ടിക് സർജറി, ഇല്ലേ? റോബോട്ടിക് സർജറി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ചിലത് പറഞ്ഞേ മതിയോ. അപ്പോ ഈ രീതിയിലെല്ലാം നമുക്ക് ഒരുപാട് മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നില്ല. പിന്നെ വിവിധ ആശുപത്രികൾക്ക് കിട്ടിയിട്ടുള്ള ദേശീയ അംഗീകാരങ്ങൾ, ഇതിന്റെയൊക്കെ വലിയ കണക്കാണ് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. സർക്കാർ ആശുപത്രികളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലയളവ് കഴിഞ്ഞു. ഓക്സിജൻ ഉറപ്പാക്കിയതിൽ കേരളം ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ 1020 പുതിയ BSc നഴ്സിംഗ് സീറ്റ്. പരമ്പരയിൽപ്പെട്ട ആളുകളുടെ കാര്യം പറയുമ്പോൾ 1020 സീറ്റ് പുതിയ BSc നഴ്സിംഗ്. സർക്കാർ മേഖലയിൽ 8 നഴ്സിംഗ് കോളേജുകൾക്ക് അനുമതി. 400 സീറ്റ് ഈ പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ കേരളത്തിൽ സജ്ജമാക്കാൻ നമുക്ക് കഴിഞ്ഞു. 93 നഗരപ്രദേശങ്ങളിലായി അർബൻ ഏരിയകളിലായിട്ട് 380 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. എല്ലാ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കിയിട്ട് ഉയർത്താനുള്ള തീരുമാനം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ അംഗത്വ കാർഡ് പുറത്തിറക്കി. ആദ്യമായി നഴ്സിംഗ് കൗൺസിൽ അദാലത്ത് സംഘടിപ്പിക്കാൻ ഈ ഗവൺമെന്റ് കാലയളവ് കഴിഞ്ഞു. 7400 കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പുതിയ പദ്ധതിയിലൂടെ നടത്താൻ നമുക്ക് കഴിഞ്ഞു. നിപ്പ പ്രതിരോധം വിജയം കണ്ടു. നമ്മുടെ സഹോദരിയുടെ ജീവൻ തന്നെ, വിലപ്പെട്ട ജീവൻ തന്നെ നൽകേണ്ടി വന്നിട്ടുള്ള മാരകമായിട്ടുള്ള രോഗമായി. പക്ഷെ ഇത്തവണ പിടിച്ചു അല്ലേ? പിടിച്ചല്ലോ, പിടിച്ചു കെട്ടി. ആ ഒരു കരുത്ത് തെളിയിച്ചു. നല്ല ഇടപെടലാണ് കേരളം നടത്തിയത്. നിപ്പയുടെ കാര്യത്തിൽ ആദ്യ രോഗി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി അപൂർവ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ ഇടപെടൽ ആരോഗ്യ മേഖല നിർമ്മിത ബുദ്ധിയിലേക്ക് നേരത്തെ
പുരസ്കാരങ്ങൾ നിരവധിയാണ്, അത് പറയാൻ പിന്നെ വിശദാംശങ്ങൾ പോകുന്നില്ല. 26ഓളം പുരസ്കാരങ്ങളാണ് ഈ വനിതാ പിന്നെ ശിശു സംരക്ഷണവും അതുപോലെ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ട് കേരളത്തിന് നൽകാൻ വേണ്ടി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ ഒരുപക്ഷെ തുടർച്ചയായി 3 തവണ 3 വർഷങ്ങൾ ലഭിച്ച ഏക സംസ്ഥാനം കേരളം. ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ 22ലും 23ലും ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനം അവാർഡ് കേരളത്തിനായി. ഹീമോഫീലിയ വിവരശേഖരണത്തിനും ഏകോപനത്തിനും അന്തർദേശീയ അംഗീകാരം ലഭിച്ച സംസ്ഥാനവും കേരളം. കാഴ്ച പരിമിതർക്കായി സജ്ജമാക്കിയുള്ള സേവനത്തിന് പ്രത്യേക ആരോഗ്യമന്ത്രൻ 2023 പുരസ്കാരം കിട്ടിയതും നമ്മൾക്കാണ്. അനുവദിച്ച തുക പൂർണ്ണമായി വിനിയോഗം നടത്തിയ സംസ്ഥാനം എന്നുള്ള ബഹുമതി കേരളത്തിന്. അതുപോലെ പിന്നെ വിവിധ മറ്റവാർഡുകൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന് പുറമേയുള്ള പല അവാർഡുകളും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ആശുപത്രിയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് അതിന്റെ അംഗീകാരം കിട്ടി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻ നടത്തുന്ന ആശുപത്രിയായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിന്റെ അംഗീകാരം കിട്ടി. മറ്റൊന്ന്, ഈ മേഖലയിൽ സർക്കാർ നീക്കിവെച്ചിട്ടുള്ള ഫണ്ടാണ്. പരിമിതികളുണ്ട്, ബാധ്യതകളുണ്ട്. ഈ പരിമിതികൾക്കെല്ലാം നടുവിൽ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയെ 2023-24 4 ഇരട്ടിയിലധികം വർദ്ധിച്ച് 2828 കോടി രൂപയാക്കിയിട്ട് ഉയർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി. വെറുതെ അല്ല, നമ്മുടെ ആശുപത്രി സൗകര്യവും മരുന്നിന്റെ ലഭ്യതയും ഇതൊക്കെ തന്നെ നമുക്ക് വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നാണ് കാണുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ 2024-25 വർഷത്തിൽ 2824 കോടി രൂപയാണ് ആരോഗ്യ മേഖലക്കായിട്ട് ബജറ്റിന്റെ ഭാഗമായിട്ട് അനുവദിച്ചത്.